മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ തുടരും. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യ ഹർജി പരിഗണിക്കാമെന്ന് കോടതി അറിയിച്ചു. SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. നാളെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ നേരിട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകി. ബലാത്സംഗ കേസിൽ റിമാൻഡിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അടിയന്തരമായി കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം. രാഹുലുമായി തെളിവെടുപ്പ് നടത്തണമെന്നും ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാനുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. വാദം കേട്ട തിരുവല്ല 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നടപടിക്രമങ്ങളുടെ ഭാഗമായി പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചു. കസ്റ്റഡി വേണമെന്ന SITയുടെ അപേക്ഷ നാളെ കോടതി പരിഗണിക്കും. അപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രൊഡക്ഷൻ വാറണ്ട് പുറത്തിറക്കിയ സാഹചര്യത്തിൽ രാഹുലിനെ നേരിട്ട് ഹാജരാക്കും. അതേസമയം രാഹുലിന് ജാമ്യം അനുവദിക്കണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ലഭിച്ച ശേഷം ജാമ്യഹർജി പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ ക്രൈംബ്രാഞ്ച് രാഹുലിനെതിരായ റിപ്പോർട്ട് തിരുവല്ല 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുമെന്നാണ് വിവരം. റിപ്പോർട്ടർ, പത്തനംതിട്ട.